അപ്പം പാർട്ട് 1 വീഡിയോയിൽ ഞാൻ കുറച്ച് പോയിന്റ്സുകൾ കവർ ചെയ്തു, അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിനെ പറ്റി. ഇനി നമുക്ക് കുറച്ച് പോയിന്റ്സും കൂടെ ഉണ്ട്, അത് നമുക്ക് അതും കൂടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കാം. നമ്മൾ ചെക്ക് ചെയ്യുന്ന പേഷ്യൻ്റെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണ്. കാരണം അനസ്തേഷ്യയ്ക്ക് ശേഷം പേഷ്യൻ്റ് പെട്ടെന്ന് തന്നെ എവേക്ക് ആവുമെങ്കിലും അവർ ഫുള്ളി ഓറിയൻറ്റേഷനിലേക്ക് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അവരുടെ മൊബിലിറ്റി എല്ലാം റീച്ച് ആയോ, അല്ലെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് നമ്മുടെ കമാൻഡ് ഫോളോ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ചെക്ക് ചെയ്യും. അതുകൂടാതെ പേഷ്യൻ്റെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസിനകത്ത് എന്തെങ്കിലും ഡിറ്റീരിയേഷൻ ഉണ്ടോ എന്നറിയാനായിട്ടും ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ചെക്ക് ചെയ്യുന്നത് നമ്മളെ വളരെ സഹായിക്കും. ഇനി നമ്മൾ സർജിക്കൽ സൈറ്റ് ചെക്ക് ചെയ്യും. ആ സർജിക്കൽ സൈറ്റിൽ നിന്ന്, ഇൻസിഷൻ സൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഊസിങ്ങോ ബ്ലീഡിങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. കൂടാതെ ഡ്രെയിൻ ഒക്കെ ഉള്ള പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡ്രെയിൻ സൈറ്റ് മോണിറ്റർ ചെയ്യും. അതിൻ്റെ എമൗണ്ട്, കളർ ഒക്കെ നമ്മൾ മോണിറ്റർ ചെയ്യാറുണ്ട്. പിന്നീട് നമ്മൾ പെയിൻ മാനേജ്മെൻ്റ് ആണ് നോക്കുന്നത്, പെയിൻ മാനേജ്മെൻറ്റ് ആൻഡ് റിലീഫ്. അപ്പം പെയിൻ മാനേജ്മെൻറ്റിൽ നമ്മൾ ഡോക്ടറുടെ ഓർഡർ അനുസരിച്ച് അനാൾജസിക്സ് അല്ലെന്നുണ്ടെങ്കിൽ പെയിൻ റിലീഫ് മെഡിസിൻസ് നമ്മൾ കൊടുക്കും. പേഷ്യൻ്റ് ഓക്കെ ആണ് അല്ലെന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ പേഷ്യൻറ്റിനെ ഏർലി മൊബിലൈസേഷൻ ചെയ്യും. സോ ഇത് നേരത്തെ പറഞ്ഞ പോലെ അനുസരിച്ച് DVT പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അതായത് ഡീപ് വെയിൻ ത്രോംബോസിസ് പോലുള്ള കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏർലി മൊബിലൈസേഷൻ എൻകറേജ് ചെയ്യാറുണ്ട്. യൂഷ്വലി നമ്മൾ പേഷ്യൻറ്റിന് ഒരു 4 to 8 hours അതല്ലെന്നുണ്ടെങ്കിൽ 24 hours ആണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൽ കീപ്പ് ചെയ്യുന്നത് പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച്. അപ്പം ഇതെല്ലാം ഓക്കെയാണ്, പേഷ്യൻ്റെ കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്, പാരാമീറ്റേഴ്സ് എല്ലാം വിത്ത് നോർമൽ ലിമിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അസസ്മെൻറ്റും കൂടെ കഴിഞ്ഞ് പേഷ്യൻ്റെ ബവൽ മൂവ്മെൻറ്റ്സ് എല്ലാം ആയതിനു ശേഷം ഓറൽ സിപ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓറൽ സിപ്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നോസിയ, വൊമിറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ പേഷ്യൻറ്റിന് വാർഡിലേക്ക് യൂഷ്വലി ഷിഫ്റ്റ് ചെയ്യാറാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം ഇത് കൂടുതൽ കാര്യങ്ങളാണ് നമ്മൾ വിജയലക്ഷ്മി മെഡിക്കൽ സെന്ററിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി എൻഷുർ ദാറ്റ് പേഷ്യന്റ് കെയർ ഈസ് നെവർ കോംപ്രമൈസ്.